ഗ്രൂപ്പ് ഓഫ് 20 അഥവാ G20 എന്നറിയപ്പെടുന്ന രാജ്യങ്ങളുടെ സമ്മിറ്റ് ഇന്ത്യയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം വാർത്തകൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തിൽ 40-ലധികം രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ എത്തുകയും അവരുടെ സമ്മിറ്റ് നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായി മുന്നോട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ G20 എന്ന് പറയുന്നത്? G20 സമ്മിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങളൊക്കെ ഇത്രയധികം ആഘോഷിച്ച ഈ ഒരു G20 സമ്മിറ്റിലൂടെ എന്തൊക്കെ ഔട്ട്കംസ് ആണ് വന്നിരിക്കുന്നത്, ഇന്ത്യക്ക് ഈ G20 സമ്മിറ്റിൽ നിന്നും എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്ത്യൻ എക്കോണമി നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് എന്ന് കാണാം. ഈ G20 സമ്മിറ്റൊക്കെ നമ്മുടെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ G20യുടെ സമയത്ത് ചില തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നത് കാണാം. കുറേ അധികം ആളുകൾ ഈ ഒരു ഉയർച്ചയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സമ്പാദ്യത്തെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ മാസവും 2500 രൂപ പോലെയുള്ള ചെറിയ തുകകളിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. ICICI Prudential ലൈഫ് അവരുടെ ഒരു മിഡ് ക്യാപ് NFO ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഈ മാസം, അതായത് സെപ്റ്റംബർ 24-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നിഫ്റ്റി 150 മിഡ് ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 150 മിഡ് ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിലും 10 വർഷത്തിലും യഥാക്രമം 17%-ന്റെയും 22%-ന്റെയും റിട്ടേൺ വന്നിരിക്കുന്നതായി കാണാം. ഇത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ 2008-ൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ 10 മടങ്ങിന്റെയും 2005-ലായിരുന്നെങ്കിൽ 14 മടങ്ങിന്റെയും വർധനവ് ഉണ്ടാകുമായിരുന്നു. ഇനി ICICI Prudential ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നോക്കുകയാണെങ്കിൽ അവരുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 2.66 ലക്ഷം കോടി രൂപയും അവരുടെ സോൾവൻസി റേഷ്യോ 203%. വളരെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് കാണാം. ഇനി ഈ ഒരു കമ്പനി ഓൾറെഡി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് 2 മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്. 2022 സെപ്റ്റംബറിലും 2023 ഫെബ്രുവരിയിലും ആരംഭിച്ചിട്ടുള്ള ഈ ഫണ്ടുകളുടെ നിലവിലുള്ള റിട്ടേൺ യഥാക്രമം 25.5%-വും 19.7%-വുമാണ് എന്ന് കാണാം. ഇനി ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 80C 1010D മുതലായ ധാരാളം ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിന്റെ 120 മടങ്ങിന്റെ ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഫണ്ടിന്റെ നിലവിലുള്ള NAV നോക്കുകയാണെങ്കിൽ അത് 10 രൂപ മാത്രമാണ് എന്ന് നമുക്ക് കാണാം. സോ നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് പോകാതെ, സെപ്റ്റംബർ 24-ാം തീയതി വരെ പോകാതെ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഈ G20 എന്ന് പറയുന്നത്? 20 മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് എന്ന് നമുക്കറിയാം. സോ G20യുടെ ചെറിയൊരു ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇതുപോലുള്ള സംഘടനകളൊന്നും 1950-കളിലോ 60-കളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. എന്നാൽ 1970-കളിൽ ലോകത്തിൽ ഒരു ഓയിൽ ക്രൈസിസും അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യങ്ങൾക്കായിരുന്നു എന്ന് കാണാം. സോ അവർക്കെല്ലാം ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒരു കുടക്കീഴിൽ വന്നുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി കോമൺ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 സാമ്പത്തിക ശക്തികൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള സാമ്പത്തിക ശക്തികൾ മുന്നോട്ട് വന്നിട്ട് G6 ഗ്രൂപ്പ് ഓഫ് 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷന് തുടക്കം കുറിക്കുന്നു. ആ G6 പിന്നീട് G7-ഉം G8-ഉം വീണ്ടും മറിച്ച് G7-ഒക്കെ ആയി മാറുന്നുണ്ട്. അതിൻ്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ 1970-കളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ ഒരു ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ട്. ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയും 1997-98 കാലഘട്ടത്തിൽ മറ്റ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തുടങ്ങുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് എന്ന് കാണാം. തായ്ലൻഡിൽ അത് ആരംഭിക്കുന്നു. പിന്നീട് അത് മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും സൗത്ത് കൊറിയയിലേക്കും ഒക്കെ വ്യാപിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക മേഖലയിലും അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ G7 രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ സമ്പന്ന രാജ്യങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇത് ആഗോളവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഈ സമ്പന്ന രാജ്യങ്ങൾ മാത്രം കൂടി ചേർന്നിരുന്നതിൻ്റെ കാര്യമില്ല, കുറച്ചും കൂടി പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടാവണം എന്ന് അവർ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി അംഗങ്ങളുള്ള ഒരു വലിയ ഗ്രൂപ്പിംഗ് ആരംഭിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി G7-ലെ 7 രാജ്യങ്ങൾ അവിടെ ഉണ്ടെന്ന് കാണാം. അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, UK ഈ 7 രാജ്യങ്ങളാണ് G7-ലുള്ളതെന്ന് കാണാം. അങ്ങനെ 7 പേരുള്ള ഈ ഗ്രൂപ്പിലേക്ക് പിന്നീട് റഷ്യ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു 8 പേരുടെ ഒരു ഗ്രൂപ്പായി മാറുന്നുണ്ട്.
ഇനി ആരെയാണ് ഈ ഗ്രൂപ്പിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള എക്കോണമികളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും അങ്ങനെ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന എന്നീ 4 രാജ്യങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കുന്നു. അങ്ങനെ 12 രാജ്യങ്ങളായിട്ട് മാറുന്നു. ഇനി ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെ, ഏറ്റവും വലിയ രാജ്യങ്ങളെ, ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നോർത്ത് അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ, സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജന്റീന, ഇനി യൂറോപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനെ ഒന്നടങ്കം ഇതിന്റെ മെമ്പറാക്കി മാറ്റുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൗദി അറേബ്യ, അതുപോലെ തന്നെ ടർക്കി. ഇനി ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ, ഓഷ്യാനിയിൽ നിന്നും ഓസ്ട്രേലിയ, ഇങ്ങനെ 8 രാജ്യങ്ങളെയും കൂടി ഈ ഗ്രൂപ്പിങ്ങിന്റെ ഭാഗമാക്കി 20 അംഗങ്ങളുള്ള ഒരു ഓർഗനൈസേഷനായി ഈ G20 മാറുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ G20 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനിൽ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുമാണുള്ളത്. മൊത്തം 20 രാജ്യങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഈ G20 ഉണ്ടാവാനുള്ള കാരണം 97-98 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ എന്ന് കാണാം. ഓരോ രാജ്യങ്ങളുടെയും ധനമന്ത്രിമാരും അതുപോലെ തന്നെ അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർമാരുടെയും മീറ്റിങ്ങുകൾ മാത്രമാണ് നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം കടന്നു വരികയും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഫൈനാൻസ് ലെവൽ മീറ്റിങ്ങിൽ നിന്നും മാറിക്കൊണ്ട് ഓരോ രാഷ്ട്രങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരുടെ തന്നെ വലിയ സമ്മിറ്റുകൾ നടക്കാൻ ആരംഭിക്കുകയാണ്. 2008-ലും 2009-ലും അമേരിക്കയിൽ വെച്ചിട്ട് ഈ സമ്മിറ്റ് നടക്കുന്നു. പിന്നീട് എല്ലാ വർഷവും ഈ G20 ഓരോ രാജ്യത്തും വെച്ചിട്ട് ഇതിൻ്റെ സമ്മിറ്റുകൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ G20 ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സ്ഥിരമായിട്ടുള്ള ഒരു പ്രസിഡന്റോ ചെയർമാനോ ഒന്നും ഇല്ല എന്ന് കാണാം. G20 ഓരോ രാജ്യങ്ങളും റൊട്ടേഷണൽ ബേസിൽ ഇതിൻ്റെ പ്രസിഡൻസി ഏറ്റെടുക്കുകയാണ്. ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ കയ്യിലാണ് പ്രസിഡൻസി എങ്കിൽ അടുത്ത വർഷം മറ്റൊരു രാജ്യത്തിൻ്റെ കയ്യിലേക്ക് പോകും. ആ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനായിരിക്കും ഈ G20 ചെയർമാനായിട്ട് വരുന്നത്. ആ രാജ്യത്ത് വെച്ചിട്ട് ആ വർഷം ഈ G20 സമ്മിറ്റുകളെല്ലാം നടക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഈ G20 പ്രസിഡൻസി എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലായിരുന്നു. ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. 2023 G20 സമ്മിറ്റ് നടന്നത് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് എന്ന് കാണാം. 2024 ഇന്ത്യ G20 പ്രസിഡൻസി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി G20 ചെയർമാനായി മാറുകയും ന്യൂഡൽഹിയിൽ വെച്ചിട്ടും ഇന്ത്യയിലെ മറ്റ് സിറ്റികളിൽ വെച്ചിട്ടും G20 വിവിധ സമ്മിറ്റുകൾ നടക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത വർഷം നോക്കുകയാണെങ്കിൽ ബ്രസീലാണ് ഇതിൻ്റെ പ്രസിഡൻസിയിലേക്ക് വരുന്നതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് 2025 G20 സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ G20 സമ്മിറ്റുകൾ നോക്കുകയാണെങ്കിൽ പല ലെവലിലുള്ള നേതാക്കന്മാർ പല വിഷയങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഫൈനാൻസ്, സാമ്പത്തിക മേഖലയെക്കുറിച്ച്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, രാജ്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള മീറ്റിങ്ങുകളും വിഷയങ്ങളും ഒക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം മീറ്റിങ്ങുകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ G20 എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ലോകത്തിൻ്റെ GDP-യുടെ 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ G20 രാജ്യങ്ങളാണ് എന്ന് കാണാം. ലോക ജനസംഖ്യയുടെ 70% ഈ രാജ്യങ്ങളിലാണുള്ളത്. ലോകത്ത് നടക്കുന്ന ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരത്തിൻ്റെ 75% ഈ രാജ്യങ്ങളുടെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ ഭൂമിയുടെ ലാൻഡ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60% ഈ രാജ്യങ്ങളുടെ കീഴിലാണ് വരുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു റെപ്രസെൻറ്റേഷൻ ഈ G20 ഉള്ളിൽ വരുന്നുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി G20 സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വാർത്തകളൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് 40-ലധികം രാഷ്ട്ര നേതാക്കന്മാർ ഇന്ത്യയിൽ വന്ന് നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇങ്ങനെയല്ല എന്ന് തിരിച്ചറിയുക. പല തരത്തിലുള്ള മീറ്റിങ്ങുകൾ, പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സമ്മിറ്റുകൾ ഈ G20 ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ പല വിഷയങ്ങളെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള എൻഗേജ്മെന്റ് ഗ്രൂപ്പുകളുടെ സമ്മിറ്റുകൾ ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും B20, C20, Y20, W20 എന്നൊക്കെ പറഞ്ഞ്. B20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G20 മെമ്പർമാർ ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മിറ്റുകൾ നടത്തുന്നു. അതുപോലെ C20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻ 20, വിമൺ 20, യൂത്ത് 20. ഇത്തരത്തിലുള്ള പല ട്രാക്കുകളിൽ പല ഗ്രൂപ്പുകളുടെ പല സമ്മിറ്റുകൾ പല സമയങ്ങളിലായിട്ട് നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഈ G20 സമ്മിറ്റ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ G20 സമ്മിറ്റ് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സമ്മിറ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും കാലവും നടന്നതിൽ നിന്നും ഒരുപാട് മീറ്റിങ്ങുകൾ ഒരുപാട് വിവിധ സ്ഥലങ്ങളിലായിട്ട് വളരെ വലിയ രീതിയിൽ നടത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 60ഓളം സിറ്റികളിൽ വിവിധങ്ങളായിട്ടുള്ള സമ്മിറ്റുകൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ വെച്ചിട്ട് FWG ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ സമ്മിറ്റ് 2-3 ആഴ്ചകളിലായിട്ട് നടന്നിട്ടുണ്ടെന്ന് കാണാം. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ G20 സമ്മിറ്റിൽ ഏകദേശം 220-ലധികം മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 43ഓളം ലോകരാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ ഈ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല ലോകത്താകമാനമുള്ള 115 രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 25,000-ലധികം ഡെലിഗേറ്റ്സ് വിവിധ G20 സമ്മിറ്റുകൾക്കായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സോ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു സമ്മിറ്റാണ് ഇന്ത്യയിൽ നടന്നത് എന്ന് മനസ്സിലാക്കാം.
ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ചോദ്യം വരും, G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഘടനയാണ്, G20 സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു G20 സമ്മിറ്റ് നടന്നതുകൊണ്ട് എന്തൊക്കെ ഔട്ട്കംസ് ആണ് ഉണ്ടായത്, എന്തൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന രാജ്യത്തിന് ഈ G20 സമ്മിറ്റ് കൊണ്ട് എന്തൊക്കെ ലാഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഔട്ട്കംസ് ഈ G20 സമ്മിറ്റിന് ഉണ്ടെന്ന് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട 4 ഔട്ട്കംസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത്, ഈ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ഡൽഹി ഡിക്ലറേഷൻ ഈ G20 എല്ലാ മെമ്പർമാരുടെയും 100% കൺസെൻസസോട് കൂടി പാസ്സാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ വർഷവും ഓരോ രാജ്യത്ത് വെച്ചിട്ടാണ് G20 സമ്മിറ്റുകൾ നടക്കുന്നത്. ഈ സമ്മിറ്റുകൾക്ക് ശേഷം അവരൊരു ഡിക്ലറേഷൻ പുറപ്പെടുവിക്കാറുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം അത് ബാലി ഡിക്ലറേഷൻ ആയിരുന്നു, ഈ പ്രാവശ്യം ന്യൂഡൽഹി ഡിക്ലറേഷൻ ആണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഡൽഹി ഡിക്ലറേഷൻ G20 എല്ലാ മെമ്പർമാരുടെയും സമവായത്തോടും അംഗീകാരത്തോടും കൂടി പാസ്സാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ സംശയം തോന്നും. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് 20 അംഗങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഡിക്ലറേഷൻ പാസ്സാക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് എന്നെല്ലാവരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഡിക്ലറേഷനിൽ ഏകദേശം 83ഓളം പാരഗ്രാഫുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 8 പാരഗ്രാഫ് ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ G20 മെമ്പർമാരിൽ കുറേ പേര് റഷ്യയെ എതിർക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്ക, കാനഡ പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് റഷ്യയെ വളരെ വലിയ രീതിയിൽ എതിർക്കുകയും യുക്രൈനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വളരെ സമദൂര നിലപാടാണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഈ ഒരു പ്രശ്നത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ബാലിയിൽ വെച്ചിട്ട് ബാലി ഡിക്ലറേഷൻ പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് റഷ്യയെ വളരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഉക്രൈനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഡിക്ലറേഷനിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ ന്യൂഡൽഹി ഡിക്ലറേഷനിൽ വളരെ ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രതിപാദിച്ചിരുന്നുള്ളൂ. അതായത് ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിന് മേലെ വേറൊരു രാജ്യം കടന്നു കയറാൻ പാടില്ല, സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഡൽഹി ഡിക്ലറേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. റഷ്യക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയൊരു എതിർപ്പ് ഇതിന് മേലെ ഉണ്ടാവുമെന്നും അവരുടെ കൺസെൻസസ് അല്ലെങ്കിൽ സമവായം ഈ ഡിക്ലറേഷനിൽ ഉണ്ടാവില്ല എന്നുള്ള ശ്രുതികൾ പരന്നിരുന്നു. പക്ഷേ വളരെ വലിയ മീറ്റിങ്ങുകളുടെയും ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിൻ്റെയും ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും ഈ ഒരു ഡിക്ലറേഷൻ അംഗീകാരം കൊടുക്കുകയും 100% കൺസെൻസസോട് കൂടി ഇത് പാസ്സാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. സോ ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായിട്ട് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളോ മാത്രമല്ല, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ്, അതുപോലെ തന്നെ കോൺഗ്രസ് MP ആയിട്ടുള്ള ശശി തരൂരൊക്കെ ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ട് പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഔട്ട്കം. ഇനി ഈ G20 സമ്മിറ്റിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ടായിട്ട് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ കോറിഡോർ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടനാഴിയാണ് എന്ന് കാണാം. സോ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ IMEC എന്നാണ് ഇതിനെ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഇന്ത്യ, USA, സൗദി അറേബ്യ, യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, UAE പോലെയുള്ള രാജ്യങ്ങളെല്ലാം ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയെയും മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ തന്നെ യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ട്രേഡിനെ, വ്യാപാരത്തെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക ഇടനാഴിയാണ് എന്ന് കാണാം. ഇതിനകത്ത് റെയിൽവേ ലൈനുകളും അതുപോലെ തന്നെ സീ റൂട്ടുകളും ഒക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്കണോമിക് കോറിഡോർ എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുംബൈ പോലെയുള്ള പ്രധാനപ്പെട്ട പോർട്ടുകളിൽ നിന്നും സീ റൂട്ട് വഴി നമ്മുടെ ആ ഒരു കോറിഡോർ മിഡിൽ ഈസ്റ്റിലെത്തുന്നു. ഇപ്പോൾ ദുബായിലെ ജബലലി പോലെയുള്ള പോർട്ടുകളിലെത്തുന്നു. അത്രയും സീ റൂട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നും UAE-യിൽ നിന്നും സൗദി അറേബ്യ വഴി ജോർഡാൻ, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലെ പോർട്ടിലേക്ക് റെയിൽവേ കണക്ടിവിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ട്രെയിനിലൂടെ ഈ പറഞ്ഞുള്ള ഒരു സാമ്പത്തിക ഇടനാഴി മുന്നോട്ട് പോകുന്നു. പ്രധാനമായിട്ടും ഇസ്രായേലിലെ ഹൈഫ പോർട്ടിൽ നിന്നും പിന്നീട് യൂറോപ്പിലേക്കുള്ള കണക്ടിവിറ്റി വരികയാണ്. ഹൈഫ പോർട്ട് നമുക്കറിയാം അദാനിയുടെ ഒക്കെ ഒരു കൺട്രോളിൻ്റെ കീഴിൽ വരുന്ന ഒരു പോർട്ടാണ്. അപ്പോൾ ആ പോർട്ടിൽ നിന്നും വീണ്ടും സീ റൂട്ട് വഴി ഇറ്റലി അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ഏഷ്യയെയും മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിനെയും കണക്ട് ചെയ്യുന്ന ഒരു സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് 2 കോറിഡോറുകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒന്നാമത്തേത് ഈസ്റ്റേൺ കോറിഡോർ. ഇന്ത്യയെയും മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയെയും കണക്ട് ചെയ്യുന്നതിനെയാണ് ഈസ്റ്റേൺ കോറിഡോർ എന്ന് പറയുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയെ യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ രണ്ടാമത്തേതായിട്ടുള്ള നോർത്തേൺ കോറിഡോർ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 കോറിഡോറുകളും ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ ഈ ഒരു എക്കണോമിക് കോറിഡോറിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെ ട്രേഡിന് ഇത് നല്ല രീതിയിൽ സഹായിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂയസ് കനാലിലൂടെയാണ് പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടുകളെല്ലാം കടന്നു പോകുന്നത്. വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് സൂയസ് കനാൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ട്രേഡിലൊക്കെ വലിയ രീതിയിലുള്ള കാലതാമസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കാലതാമസങ്ങളെയും ബിസിനസ്സിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പുതിയ ഫൈനാൻഷ്യൽ കോറിഡോറിന് സാധിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ട്രേഡിനെ വളരെ നല്ല രീതിയിൽ സഹായിക്കാൻ ഇതിന് സാധിക്കുമെന്ന് മാത്രമല്ല, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ഒരു വലിയ വെല്ലുവിളി ഉയർത്താനും ഈ പുതിയ ഫൈനാൻഷ്യൽ കോറിഡോറിന് സാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവും അതിൻ്റെ പുറകിലുള്ള അവരുടെ പ്ലാനിങ്ങും എന്താണെന്നൊക്കെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രേഡ് റൂട്ട് വിഭാവനം ചെയ്യുക എന്ന് മാത്രമല്ല, ലോകത്തിലെ പല പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയകളും അവരുടെ കീഴിലേക്ക്, ചൈനയുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു നിഗൂഢ ലക്ഷ്യവും ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഉള്ളിലുണ്ട്.
പല അവികസിത രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങൾക്കും എല്ലാം സാമ്പത്തിക സഹായം ചെയ്യുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ചൈന ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു കോറിഡോർ വരുമ്പോൾ അതിനകത്ത് പോർട്ടുകളും റെയിൽവേ ലൈനുകളൊക്കെ നിർമ്മിക്കണം. അതിനുവേണ്ടി ചൈന അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നു. ഈ പൈസ ഈ രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ചൈന അവരുടെ സ്വന്തമാക്കി മാറ്റുകയും അവരുടെ സൈനിക താവളങ്ങളാക്കി മാറ്റുകയും വലിയൊരു സുരക്ഷാ ഭീഷണി ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി, ഇന്ത്യക്ക് ചുറ്റും ചൈനയുടെ സൈനിക താവളങ്ങൾ താമസിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസിയെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുന്ന രാജ്യങ്ങളൊന്നും മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ സാധിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവർ തന്നെ നടത്തുകയും എല്ലാവർക്കും ഒരുപോലെ ലാഭം ഉണ്ടാക്കാനും വളരാനും സാധിക്കുകയും ചെയ്യുന്ന ഒരു കോറിഡോറാണ് ഇതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്നും ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ പിന്മാറി ഈ ഒരു പുതിയ കോറിഡോറിലേക്ക് വരുന്നത് നമുക്ക് കാണാം. സോ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട് എന്ന് പറയുന്നു. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ലാഭങ്ങളാണ് ഈ ഒരു എക്കണോമിക് കോറിഡോറിലൂടെ വരുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലാഭം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ട്രേഡൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കാനും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഇന്ത്യക്ക് വളരെ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതിനൊരു തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ സാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. മറ്റൊന്ന്, ഇന്ത്യ കാലാകാലങ്ങളായിട്ട് നേരിട്ടിരുന്നൊരു പ്രശ്നമായിരുന്നു വെസ്റ്റ് ഏഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ഒരു കണക്ടിവിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡ് വെസ്റ്റ് ഏഷ്യൻ രാജ്യം, പടിഞ്ഞാറ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും പോകണമെങ്കിൽ നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയുമുള്ള റൂട്ടാണ്. പക്ഷേ ഒരു കാരണവശാലും അതിലെ പ്രോപ്പറായിട്ട് ട്രേഡ് നടത്താൻ പാകിസ്ഥാൻ നമ്മളെ അനുവദിക്കുമായിരുന്നില്ല. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് INSTC, ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ എന്ന് പറഞ്ഞൊരു പുതിയ ഐഡിയ ഇന്ത്യ വിഭാവനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇറാനിലൂടെയുള്ളൊരു ട്രേഡ് റൂട്ടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇറാനിലെ ചബഹാർ പോർട്ടൊക്കെ നമ്മൾ നമ്മുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. സോ വെസ്റ്റ് ഏഷ്യയും യൂറോപ്പുമായിട്ടുള്ള ട്രേഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു പുതിയ എക്കണോമിക് കോറിഡോർ വരുന്നത് എന്ന് തിരിച്ചറിയാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള കണക്ടിവിറ്റിയും ട്രേഡും ഒക്കെ ബന്ധപ്പെട്ടിട്ട് കാലാകാലങ്ങളായി ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്ന് തിരിച്ചറിയാം. സോ അതുകൊണ്ടാണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിനെ G20യുടെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ഔട്ട്കം ആയിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പുതുതായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഗ്ലോബൽ അലയൻസ് ആണ്. ഇതിനെയാണ് ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബയോഫ്യൂവൽ അല്ലെങ്കിൽ ജൈവ ഇന്ധനം എന്ന് പറയുന്നത്? ബയോമാസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഇന്ധനങ്ങളെയാണ് നമ്മൾ ബയോഫ്യൂവൽ അല്ലെങ്കിൽ ജൈവ ഇന്ധനം എന്ന് പറയുന്നത്. നമ്മൾ വേസ്റ്റ് ആയിട്ട് തള്ളിക്കളയുന്ന ഒരുപാട് ബയോമാസ് ഉണ്ട്. ഇപ്പോൾ കരിമ്പിൻ കൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ കരിമ്പിൻ്റെ ചണ്ടിയായിട്ട് കളയുന്ന സാധനങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ നെൽവയൽ അല്ലെങ്കിൽ ഗോതമ്പ് വയലുകളിലൊക്കെ വിളവെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈക്കോല്, ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് ബയോ എത്തനോൾ പോലെയുള്ള ഫ്യൂവലുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബയോഫ്യൂവല് ഇപ്പോഴത്തെ നമ്മുടെ കൺവെൻഷണൽ ഫ്യൂവൽസിനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ബയോഫ്യൂവൽസ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒറ്റയടിക്ക് ഇതിനെ മാറ്റാൻ പറ്റുമെന്നല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 10% എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളാണ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ഇനി 2025-26 ഒക്കെ ആകുമ്പോഴത്തേക്കും 20% എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിലേക്ക് നമ്മൾ മാറും എന്നാണ് പറയപ്പെടുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ ബയോഫ്യൂവൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. ബയോഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള എമിഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ 2070 ആകുമ്പോഴേക്കും കാർബൺ നെറ്റ് എമിഷൻ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ ഈ ബയോഫ്യൂവൽ പോലെയുള്ള ജൈവ ഇന്ധനം പോലുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നതിന് കാരണമാകും. കാരണം നമ്മളൊക്കെ എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എനർജി നീഡ്സ് എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ബയോഫ്യൂവൽ നല്ല രീതിയിൽ നിർമ്മിക്കാനും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ എനർജി ഡിപ്പെൻഡൻസിയൊക്കെ വലിയ രീതിയിൽ കുറയ്ക്കാനും അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് നല്ല രീതിയിൽ സഹായകരമായി മാറുകയും ചെയ്യും തിരിച്ചറിയാം. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒരു ബയോഫ്യൂവൽ നമ്മളിപ്പോൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന പെട്രോളിനും ഡീസലിനും പകരം ഒരു ബയോഫ്യൂവൽ നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കണമെങ്കിൽ സാങ്കേതികപരമായിട്ടൊക്കെ ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കണം. സോ അതിന് വേണ്ടിയിട്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇതുപോലെ ചിന്തിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പരസ്പരം ടെക്നോളജികൾ കൈമാറിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുമൊക്കെ ഈ ബയോഫ്യൂവൽ എക്കോണമി അല്ലെങ്കിൽ ഈ ബയോഫ്യൂവലിൻ്റെ ഉപയോഗത്തെയും നിർമ്മാണത്തെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ബയോഫ്യൂവൽ അലയൻസിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെൻറ്റ് പോലെയുള്ള ആസ്പെക്റ്റുകൾ മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ ഭദ്രതയ്ക്ക് തന്നെ ഇത് മുതൽക്കൂട്ടാവുമെന്ന് തിരിച്ചറിയാം. ഇനി ഈ G20 സമ്മിറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത് G20 ലേക്ക് 21ാമത്തെ ഒരു ഫുൾ ടൈം മെമ്പറെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു.
നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു രാജ്യത്തെ അല്ല ആഡ് ചെയ്തിരിക്കുന്നത്, ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള 55 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പുതിയ മെമ്പറായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു G20 എന്ന് പറയുന്നത് ലോകത്തിലെ ഒരുപാട് ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ റെപ്രസെൻറ്റേഷൻ കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ ആഫ്രിക്കൻ യൂണിയൻ്റെ ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ G20 വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ ഇവരെക്കാളൊക്കെ കൂടുതലായിട്ട് ലോകത്തിലെ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേഷൻ ഈ ഒരു G20 വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ഇത്തരം രാജ്യങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ വിലയുണ്ടാവുന്നതിന് ഇത് കാരണമാവും. അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിന് കുറച്ചും കൂടെ റെപ്രസെൻറ്റേഷൻ കിട്ടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടുകയും ചെയ്യുമെന്ന് ഈ ആഫ്രിക്കൻ യൂണിയൻ്റെ ഇൻട്രൊഡക്ഷൻ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇത് വലിയൊരു ഔട്ട്കം ആയിട്ട് പറയുന്നത്. സോ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഒരു G20 സമ്മിറ്റ്, G20 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ എന്താണ് എന്നും അതുപോലെ തന്നെ ഈ ഒരു G20 സമ്മിറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നും ഇന്ത്യയിൽ നടന്ന G20 സമ്മിറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള 4 ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പുതിയ മിഡ് ക്യാപ് NFOയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.